BJP വീണ്ടും ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തെ അല്ലെങ്കിൽ കോൺഗ്രസിനെ തന്നെ ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ BJPയിൽ നടന്നു വരുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പലരും BJPയിൽ ചേരുന്നുണ്ട്. അതിപ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും BJPയിൽ വൻതോതിലുള്ള പുതിയ ആൾക്കാരെ ആ ഒരു തരത്തിൽ ചേർന്നതായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിൽ തന്നെ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഉത്തർപ്രദേശിൽ BJP ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്ന ഒരു വലിയ നേട്ടമെന്ന് പറയുന്നത്. അതായത് ഉത്തർപ്രദേശിൽ BJPയിലേക്ക് വലിയ ഒരു ഒഴുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നും. അതായത് ഇപ്പോൾ ഒരു ദശാബ്ദത്തിനിടെ BJPയുടെ മുസ്ലിം അംഗസംഖ്യ ഇരട്ടിയായിരിക്കുന്നു ഉത്തർപ്രദേശിൽ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ന്യൂനപക്ഷ സമുദായത്തിലേക്കുള്ള BJPയുടെ വ്യാപനത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാന രാഷ്ട്രീയ സംഭവവികാസത്തിൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ ഉത്തർപ്രദേശിലെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അതിൻ്റെ അംഗസംഖ്യ ഇരട്ടിയാക്കാൻ ഇപ്പോൾ BJPക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ വൻ ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിലെത്തിയപ്പോൾ ആ സമയത്ത് നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിന് ശേഷം BJPയിൽ മുസ്ലിങ്ങൾ 1.25 ലക്ഷം അംഗങ്ങളായിരുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ കാണിക്കുന്നത് സെപ്റ്റംബർ 24 വരെ അപ്ഡേറ്റ് ചെയ്ത കണക്കാണ്. അതിൽ BJPയിലെ മുസ്ലിം അംഗത്വം മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ ആദ്യഘട്ടത്തിൽ 2.35 ലക്ഷത്തിലെത്തി എന്നുള്ളതാണ്. ഇത് അതിൻ്റെ മുൻ അംഗത്വ ഡ്രൈവിനേക്കാൾ 90% കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. രാഷ്ട്രീയ ചലനാത്മകതയിലെ മാറ്റത്തെയാണ് ഈ കുതിച്ചുചാട്ടം പ്രതിഫലിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് തന്നെ. പ്രത്യേകിച്ചും BJPയുടെ ആ ഒരു ഹിന്ദുത്വം അതിൻ്റെ പരമ്പരാഗത വോട്ടർ അടിത്തറയും കണക്കിലെടുക്കുമ്പോൾ തന്നെയും ഇത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 81,677 മുസ്ലിങ്ങളെങ്കിലും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം എടുത്തിട്ടുള്ള രാഷ്ട്രീയമായി നിർണായകമായ പടിഞ്ഞാറൻ UP മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തതെന്നാണ് ഡാറ്റ കാണിക്കുന്നത്. പരമ്പരാഗതമായി പ്രതിപക്ഷ പാർട്ടികൾക്ക്, അതായത് SP, കോൺഗ്രസ്, അങ്ങനെയുള്ള BSP പോലുള്ള പാർട്ടികൾ പ്രാഥമികമായി സമാജ്വാദി പാർട്ടിക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും പിന്നിൽ ഉറപ്പിച്ചിരുന്ന ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് ബ്ലോക്ക് മുസ്ലിങ്ങൾ രൂപീകരിച്ചത് മുതൽ ഇത് പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അംഗസംഖ്യ 2.5 ലക്ഷം കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി UP BJP മുസ്ലിം മോർച്ച പ്രസിഡന്റായിട്ടുള്ള കുൻവർ ബാസിത് അലി പറഞ്ഞിരിക്കുകയാണ്. റഫറൽ ലിങ്കുകൾ വഴിയുള്ള അംഗത്വത്തെ അടിസ്ഥാനമാക്കിയാണ് നിലവിലെ കണക്കുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ മുസ്ലിം വീടുകളിലെത്തി പ്രചാരണം വേഗത്തിലാക്കുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 15 വരെ തുടരുന്ന BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ 2ാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. 37,857 മുസ്ലിം അംഗങ്ങളുടെ എണ്ണത്തിൽ ബ്രജ് മേഖലയാണ് രണ്ടാമത് നിൽക്കുന്നത്. അവധിൽ 31,631 പേരാണ്. കാശിയിൽ 31,461, കാൺപൂരിൽ 28,634 എന്നിവ തൊട്ടു പിന്നിൽ നിൽക്കുകയാണ്. ഗോരഖ്പൂർ മേഖലയിലാണ് ഏറ്റവും കുറഞ്ഞ മുസ്ലിം അംഗങ്ങളുടെ എണ്ണമുള്ളത്, 25,963 പേർ. സെപ്റ്റംബർ 17 മുതൽ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരണം ശക്തമാക്കാൻ BJP ന്യൂനപക്ഷ മോർച്ചയിൽ അണിനിരന്നിരുന്നു. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും സ്വാധീനമുള്ള സൂഫി നേതാക്കളിലേക്കും എത്തുമ്പോൾ മദ്രസകളിലും ദർഗകളിലും പരിസരങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഈ പ്രക്രിയയിൽ തന്നെ കാവി സംഘടനയെ പിന്തുണയ്ക്കുന്ന ജമാഅത്ത് ഉലമ ഇ ഹിന്ദ്, JUH, ഉലമ ഫൗണ്ടേഷൻ, UF എന്നിവയുടെ സഹായം പാർട്ടി സ്വീകരിച്ചിരുന്നു. ചരിത്രപരമായി പാർട്ടിയുടെ അടിസ്ഥാന പിന്തുണ അടിത്തറയിൽ നിന്ന് അകന്നു നിൽക്കുന്ന മുസ്ലിം സമുദായങ്ങളുമായുള്ള BJPയുടെ ഇടപെടലിനെ സുപ്രധാന മാറ്റത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ വ്യാപന തന്ത്രമെന്ന് വൃത്തങ്ങൾ പറയുന്നു. JUH, UF തുടങ്ങിയ മത സാമുദായിക നേതാക്കളുടെ ഇടപെടൽ മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് 10 അസംബ്ലി സീറ്റുകളിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിൻ്റെ ആകർഷണം വിശാലമാക്കുന്നതിന് പാർട്ടിയെ സഹായിച്ചതായി തന്നെയാണ് കരുതപ്പെടുന്നത്. ഈ സംഭവവികാസം സമാജ്വാദി പാർട്ടിയിൽ നിന്ന് രൂക്ഷമായ പ്രതികരണത്തിന് കാരണമായിരുന്നു. അതായത് BJPയുടെ ഇപ്പോൾ ഈ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു മുന്നേറ്റം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ പോലും വലിയ തോതിലുള്ള ഒരു കടന്നുകയറ്റം നടത്തിയത് ശരിക്കും പറഞ്ഞാൽ SP-യെ അവിടെ വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ SP-യുടെ ഭാഗത്ത് നിന്ന്, സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് രൂക്ഷമായ പ്രതികരണം അവിടെ ഉണ്ടായത് തന്നെ. പക്ഷേ ആ രൂക്ഷമായ പ്രതികരണത്തിന് മറുപടിയുമായിട്ട് തന്നെ BJPയും എത്തിയിട്ടുണ്ടായിരുന്നു. വിവിധ ക്ഷേമ നടപടികളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒരാളാണ് മുസ്ലിം സമുദായമെന്ന് BJP നേതാക്കൾ വാദിക്കുന്നത് ശ്രദ്ധേയമാണ്. മുസ്ലിം വോട്ടർമാർക്കിടയിൽ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക വഴി BJPയുടെ ലക്ഷ്യം പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴുള്ള നില മങ്ങിക്കുകയും അവരുടെ പിന്തുണ അടിത്തറ വിശാലമാക്കുകയും ഒഴിവാക്കൽ എന്ന അവരുടെ ധാരണയെ അഭിസംബോധന ചെയ്യുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ നിലപാട് ഉയർത്തുകയും ചെയ്യുകയാണെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. എന്തായാലും ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ SP കോൺഗ്രസിനിടയിൽ വലിയ തോതിലുള്ള ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. അവർക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറി എന്നുള്ളത് SP-യുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ, രൂക്ഷമായ വിമർശനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ്.